അവർക്ക് അല്ലാഹു പ്രതിഫലം കൊടുക്കും. മനസ്സിലായില്ല നിങ്ങൾക്ക്? ആരാ എന്ന് പറയുന്നത്? പൊട്ടക്കണത്തിലിട്ടവര് പറയാ യാ അയ്യുഹൽ അസീസ്. അതിന്റെ താഴെ ഒരു ആയത്തുണ്ട്, വഖറു ലഹു സുജ്ജദാ വഖറു ലഹു സുജ്ജദാ. ഭൂമിയിൽ മനുഷ്യന്റെ മുന്നിൽ സുജൂദ് ചെയ്ത ഒരേ ഒരു സംഭവം ഇതാണ്. വഖറു ലഹു സുജ്ജദാ വഖറു ലഹു സുജ്ജദാ. സുജൂദിൽ വീണു. വഹുവ സുജൂദുൽ ഹഖീഖി. പിന്നെയാണ് സുജൂദ് മനുഷ്യന്റെ മുന്നിൽ ഹറാമാക്കിയത്. അന്ന് ഹറാമാക്കിയില്ല. മഹ്സൂദിന്റെ മുന്നിൽ ഹാസിദീങ്ങൾ സുജൂദ് ചെയ്യേണ്ടി വന്നു. അല്ലാഹു ഭൂമിയിൽ ഒരാളുടെ മുന്നിലും അനുവദിക്കാത്ത കാര്യമാ സുജൂദ്. എന്നാൽ അസൂയ ചെയ്ത ആളുകൾ, അസൂയ പ്രകടിപ്പിച്ച ആളുകൾ, ആരോട് അസൂയ വെച്ചോ അയാളെ മുന്നിൽ ചെയ്യാൻ വേണ്ടി അല്ലാഹു ഒരിക്കൽ സുജൂദിനെ ഹലാലാക്കി. അതാണ് വഖറു ലഹു സുജ്ജദാ വഖറു ലഹു സുജ്ജദാ. സ്വന്തം മുന്നിൽ സുജൂദ് ചെയ്തു മുആദ് ഇബ്നു ജബൽ ഹബീബായ നബിയുടെ മുന്നിൽ. എന്താ മുആദ്, എന്തിനാ എന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു മുഹമ്മദ് നബി. മനസ്സിലായില്ല? റസൂലുള്ളാഹിന്റെ മുന്നിൽ സുജൂദ് ചെയ്തു. ആര്? മുആദ് ഇബ്നു ജബൽ. സിറിയയിൽ നിന്നിലേക്ക് ഗവർണറായി പറഞ്ഞയച്ചു. ഒരിക്കൽ വന്നപ്പോൾ സുജൂദ് ചെയ്തു. ഇതെന്താന്ന് ചോദിച്ചു. അവിടുത്തെ ആ മുസ്ലിമീങ്ങൾ അവരെ നേതാക്കളെ മുന്നിൽ സുജൂദ് ചെയ്യുന്നുണ്ട്, അത് ഞാനിവിടെ നടപ്പിലാക്കിയതാണ്. അപ്പോൾ പറഞ്ഞു പാടില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ? കഴിഞ്ഞ ആഴ്ച പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കണം, മുഹമ്മദ് നബിയുടെ മുന്നിൽ പോലും സുജൂദ് ചെയ്തൽ ഹറാമാക്കി. എന്നാൽ ഹാസിദീങ്ങൾ മഹ്സൂദിന്റെ മുന്നിൽ സുജൂദ് ചെയ്യൽ വഖറു ലഹു സുജ്ജദാ വഖറു വീണു ലഹു യൂസുഫിന് വേണ്ടി സുജ്ജദൻ സജ്ദീങ്ങളായി. നിങ്ങൾ ചിന്തിക്കേ. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. മഹ്സൂദ് ഹാസിദിനെ പോലെ ആയില്ല. മഹ്സൂദ് സബർ ചെയ്തു. തിരിഞ്ഞില്ല. മഹ്സൂദ് സബർ ചെയ്തു. മഹ്സൂദിന്റെ ബാപ്പയായ യാഖൂബ് നബി പറഞ്ഞത് ഫസബ്റുൻ ജമീൽ ഫസബ്റുൻ ജമീൽ. ചിന്തിക്ക്. ജയിലിലകപ്പെട്ടപ്പോൾ പറഞ്ഞു റബ്ബി സിജ്നു അഹബ്ബു ഇലയ്യ മിമ്മാ യദഊനനി ഇലൈഹി. ആ സൊസൈറ്റി പെണ്ണുങ്ങളെ മുന്നിലേക്ക് പോകുന്നതിനേക്കാൾ എനിക്ക് നല്ലത് ഈ ജയിലിൽ കിടക്കുകയാണ്. ആ സൊസൈറ്റി ലേഡികളെ മുന്നിലേക്ക് പോകുന്നതിനേക്കാൾ എനിക്ക് നല്ലത് ജയിലിൽ കിടക്കുകയാണ് എന്ന് പറഞ്ഞു സയ്യിദ്നാ യൂസുഫ്. ചിന്തിക്ക്. സബർ ചെയ്തു. അതാണ് യാ അയ്യുഹൽ അസീസ്. അസീസ് ആരെ പേരാ? അസീസ് അൽ അസീസ് ആരെ പേരാ? അള്ളാന്റെ പേരാ. ആ പേരാണ് ഈ മക്കൾ വന്നിട്ട് ആരെ വിളിക്കുന്നത്? ഏട്ടന്മാരെ ആരെ വിളിക്കുക? യാ അയ്യുഹൽ അസീസ് മസ്സനാ വാഹിലനൽ ളുർ വജീനാ ബിബിളാത്തിൻ മുസ്ജാത്തിൻ ഫൗഫിലനൽ കൈല വതസദ്ദഖ് അലൈനാ. ഞങ്ങൾക്ക് പൂർത്തിയായ അളക്കണം, പിന്നെ കുറച്ച് ഏറെയും തരണം. ഞങ്ങൾ കന്നാന് കുഴങ്ങിയിട്ട് വരികയാണ്. ഇന്നല്ലാഹ യജ്സിൽ മുത്തസദ്ദിഖീൻ. ഒരു വയറില് ഇന്നല്ലാഹ യജ്സിൽ മുത്തസദ്ദിഖീൻ. സദഖ കൊടുക്കുന്നവർക്ക് പ്രതിഫലം ആര് തരും? ഞങ്ങളെ കയ്യിലില്ല, അല്ലാഹു തരും. നിങ്ങൾ ചിന്തിക്കേ. ഇതാണ് ഹസദിന്റെ ചരിത്രം. ആരുടെ മേലെ ഹസദ് വെച്ചോ ഒരു ദിവസം സുജൂദിൽ വീഴേണ്ടി വരും. അല്ലാഹു കാക്കട്ടെ. അതന്നെ. എന്തുകൊണ്ട്? നിഅമത്ത് കൊടുക്കുന്നവൻ ആരാണ്? അല്ലാഹുവാണ്. അതങ്ങോട്ട് കളയണം, പക്ഷെ കളയാൻ കഴിയില്ല. അതാ പ്രശ്നം. ഭയങ്കര. ഈ ദുനിയാവിൽ എന്തും പെട്ടെന്ന് ഒഴിവാക്കാൻ കഴിയും. ഒഴിവാക്കാൻ കഴിയാത്ത രോഗമാണ് എന്ത്? ഇപ്പൊ നമ്മൾ രണ്ടാൾ തമ്മിൽ അഭിപ്രായക്കേട് ഉണ്ടായാൽ പള്ളിയിലെ ഉസ്താദിനെ കൂട്ടിയിട്ടൊന്ന് സലാം പറഞ്ഞ് മദ്യം പറഞ്ഞാൽ അത് തീരും. പള്ളിയിലെ ഉസ്താദും കമ്മിറ്റിക്കാരും കൂടെയൊക്കെ പറഞ്ഞാൽ, ഇല്ലെങ്കിൽ 2-3 പള്ളിയുടെ ആളുകൾ കാലിൽ കൊള്ളാത്ത അവരെല്ലാവരും കൂടിയാൽ തീരും. ഇനി അതൊന്നും തീർന്നിട്ടില്ലെങ്കിൽ ഇവരെ രണ്ടാളെയും കൂടെ എന്ത് മതി? ഒന്നാണ് പാണക്കാട്ടേക്ക് കൊണ്ടുപോവുക. 2 വണ്ടിയിൽ പാണക്കാട്ടേക്ക് 2 വണ്ടി കൊണ്ടുപോവുക. അവിടുന്ന് എന്താ പ്രശ്നം? അപ്പം അങ്ങനെ കാര്യങ്ങളൊക്കെ. അപ്പം തങ്ങളൊന്ന് വിചാരണ ചെയ്ത് ഇനി അങ്ങനെയൊന്നും ഉണ്ടാവരുത്. ഒരു അൽഫാത്തിയ എന്നൊരു ഫാത്തിയ കൂടി ഇനി 2 വണ്ടിയിലും പോകണ്ട, ഒരു വണ്ടി മടക്കി പറഞ്ഞോളൂ. നിങ്ങൾ രണ്ടാളും ഇനി ഒറ്റ വണ്ടി മടങ്ങിക്കോളൂ എന്ന് പറഞ്ഞിട്ട് 2 ഒരു വണ്ടി കയറ്റിയിട്ട് തങ്ങൾ വിറ്റാല് പിന്നെ അങ്ങനെ ബാക്ക് സീറ്റിൽ ഇരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോൾ പിന്നെ ഓരോരുത്തർക്കും തോന്നും ഈ നമുക്ക്
പോയല്ല പഠിച്ചോനെ, ഇനി എന്താ പിന്നെ ചെയ്യാ? കുല്ലുൽ അദാവാതി തുർജാഇ മാതതുഹാ ഇല്ലാ അദാവതു മൻ അദാക ബിൽ ഹസദി. ഏത് ശത്രുതയും പറഞ്ഞാൽ തീരും, എന്നാൽ അസൂയയുടെ ശത്രുത പറഞ്ഞാൽ തീരൂല. അത് പറഞ്ഞ് തീർന്നു കഴിഞ്ഞാൽ ഉടനെ ഓരോരുത്തർക്കും തോന്നുക ഇനി എന്താ ചെയ്യാന്ന്. കുല്ലുൽ അദാവാതി തുർജാഇ മാതതുഹാ ഇല്ലാ അദാവതു മൻ അദാക ബിൽ ഹസദി. കുല്ലുൽ അദാവാതി, ഏത് ശത്രുതയും തുർജാഇ മാതതുഹാ, അതിനെ നമുക്ക് നശിപ്പിച്ച് കളയാം. ഇല്ലാ അദാവതു മൻ, ഒരുത്തന്റെ ശത്രുത ഒഴികെ അദാക ബിൽ ഹസദി, അയാൾ നിന്നോട് ശത്രുത വെച്ചത് ബിൽ ഹസദി, അസൂയയാണ് കാരണം. തീരില്ല. അത് തീരുന്ന നീ പ്രതീക്ഷിക്കും വേണ്ട. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതല്ലേ അബൂജഹലിന് അറിയാമായിരുന്നല്ലോ മുഹമ്മദ് നബി നല്ലവനാണ്. എന്താ ബദൽ? അവസാനം അബൂജഹല് അഹ്നസിനോട് പറഞ്ഞത് ലഅനത്തുല്ലാഹി അലൈഹിമ. എന്താ അബൂജഹൽ പറഞ്ഞത്? അഹ്നസ് ചോദിച്ചു, അല്ല അബൂ ഹക്കമേ, നമ്മൾ കഅബാലയത്തിൽ സത്യം ചെയ്തു പോന്നിട്ട് നമ്മളാണല്ലോ തോൽക്കുന്നത്, എന്താ മുഹമ്മദിന്റെ കയ്യിൽ വല്ല സത്യവും ഉണ്ടോ? അഹ്നസ് ചോദിക്കാണ്. ആരോട്? അബൂജഹൽ. അപ്പോൾ പറഞ്ഞു, യാ ഹംഖൽ ഹംഖാ, വീട്ടിയെ ചോദിക്കുന്നത് മുഹമ്മദിന്റെ കയ്യിൽ സത്യം ഉണ്ടോന്ന. ഇന്നഹു ലസാദിഖുൻ, മുഹമ്മദിന്റെ കയ്യിൽ സത്യമുള്ളൂ. അബൂജഹലിന്റെ അവസാനത്തെ ഫത്വ അതാണ്. അബൂജഹലിന്റെ അവസാനത്തെ ഫത്വ ഇന്നഹു ലസാദിഖുൻ വമാ കദബ മുഹമ്മദുൻ ഫീ ഉംരിഹി. മുഹമ്മദ് ജീവിതത്തിൽ ഒരു കളവ് പറഞ്ഞത് എനിക്കറിഞ്ഞുകൂടാ. മുഹമ്മദ് സത്യവാനാണ്. ആര് പറയാ? അബൂജഹൽ. പിന്നെന്റെ അസൂയ. നിങ്ങൾ ചിന്തിക്കുക, ഇത് തന്നെ അവർ പുണ്യനബിയെ നിസാരമാക്കിയത് വലിപ്പത്തെ ചെറുപ്പാക്കാൻ നോക്കുകയാണ്. ഒരു ശൈലി അങ്ങനെ തന്നെയാണ്. ഒരാൾ ഗൾഫിൽ പോയി നല്ല പൈസക്കാരനായി വന്നു. അപ്പോൾ നാട്ടിലെ വലിയ മുതലാളിയേക്കാൾ അയാൾക്ക് പൈസ കൂടിയെന്ന് വെക്കും. ഞാൻ എക്സാമ്പിൾ കേട്ടോ, ഒന്നും ഉണ്ടായിട്ടല്ല, ഒരു ഉദാഹരണം പറഞ്ഞത്. അപ്പോൾ പിന്നെ നാടും വാങ്ങിക്കുട്ടി അയാളെ പിന്നാലെ ആളും കാര്യമൊക്കെ. അപ്പൊ പിന്നെ വലിയ മുതലാളി എന്ത് പറയും? നമ്മക്കറിയില്ലേ ആരെന്ന് പരൊക്കെ എന്ന് പറയും. ഇതേ വാക്കാണ് അബൂജഹൽ പറഞ്ഞത്. ഈ അങ്ങാടി തെണ്ടി തിരിഞ്ഞു നടന്ന ഒരുത്തൻ അവനെ റസൂലായി നമ്മൾ അംഗീകരിക്കാൻ. മനസ്സിലായില്ല? തന്നെ ഇന്നത്തെ പ്രയോഗം തന്നെ. മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പം ഗൾഫ് പോയിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ്. അതെങ്ങനെ ഉണ്ടാക്കിയ? അത് അവനും അവന്റെ റബ്ബും. എനിക്കെന്താ ആവശ്യം? കള്ളനാണെങ്കിലും കള്ളന് കൊടുത്തത് ആരാ? കള്ളൻ അറിയാതെ കക്കാൻ പോവല്ല, മറക്കണ്ട. കള്ളൻ കരിയോയിലൊക്കെ തേച്ചിട്ട് കക്കാൻ പോയത് അള്ള അറിഞ്ഞിട്ടില്ല എന്നാണോ നമ്മൾ വിചാരിച്ചത്? അവന് കൊടുത്തത് ആരാ? കള്ളൻ ഒരുപക്ഷെ പാത്തി ഓതിട്ടാവും പോവുക. പക്ഷേ ഇന്നൊന്നും പറ്റരുത്. ഇന്നലെ കരിയോയിൽ കളയാൻ സോപ്പിന് വരെ പൈസ കിട്ടിയില്ല. ഇന്നൊന്നും പറ്റരുതേ എന്ന് ദ്വാർന്നിട്ടാവും. ഞാൻ നേർച്ചപ്പെട്ടേക്ക് പൈസ ഇടാ, എത്തിങ്കാനെ കുറിച്ച് കാര്യം ഇതൊക്കെ നേർച്ചയാക്കിയിട്ടാവും. ആര് പോവുക? കള്ളം പോവുക. കള്ളനും കൊടുക്കുന്നവൻ ആരാ? അല്ലാഹു അൽ മുഅ്തി. കൊടുക്കുന്നവൻ ആരാ? ഈ കള്ളനാണ്ടാ മാത്രം. അല്ലാഹു നമ്മളെ കാക്കട്ടെ.